അതും ശീലം കൊണ്ട് ചെയ്യാൻ പറഞ്ഞതാ. പുറത്തു നിന്ന് ആരും ആക്രമിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറില്ല. വീടിനകത്ത് തന്നെ കൊലയാളികൾ ഉള്ളപ്പോ എന്തിനാ പുറത്തു നിന്നല്ലേ? അച്ഛനെന്തിനാ ഈ അമ്മ ഓരോന്ന് പറയുമ്പോ ഡള്ളാവുന്ന്? അതൊന്ന് കഴിച്ചു തീർത്ത്. നീ കണ്ട് ശീലിച്ച ബന്ധങ്ങളല്ല എന്റെ ബന്ധങ്ങൾ. അടങ്ങ് കാർന്നോരെ, ഞാൻ ബഹളം വെച്ചോ? ശബ്ദം ഉയർത്തിയോ? അതില്ല. ഹരി, എന്താ നിന്റെ ഉദ്ദേശം? എടാ, എന്റെ കാൽച്ചൂട്ടിൽ കിടന്ന നിനക്കൊക്കെ ഒന്ന് ശ്വാസം വിടാൻ വേണ്ടി എന്റെ തള്ളവിരലൊന്ന് ഉയർത്തിയപ്പോ, പെടഞ്ഞിരുന്ന ജീവൻ തിരിച്ചു കിട്ടിയപ്പോ നീ എന്നെ അങ്ങ് കരുതിയോടാ? സമ്പാദ്യങ്ങൾ നേർവഴിക്കാണെങ്കിൽ, സഞ്ചരിക്കുന്ന പാത നേരെയാണെങ്കിൽ നിനക്ക് പേടിക്കേണ്ട കാര്യം എന്താ? അതല്ലെങ്കിൽ പേടിക്കണം. ഇല്ലെങ്കിൽ ഈ നാട്ടിലെ കള്ളന്മാരും കൊള്ളക്കാരും പേടിക്കുന്നത് പോലെ പേടിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ ഹരിക്ക് വേണമെങ്കിൽ ഞാനൊരു ചാൻസ് തരാം. എല്ലാം ഇവിടെ വെച്ച് നിർത്താം. ഇനി അതല്ല തുടരാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് ചിലപ്പോ പ്രിയപ്പെട്ടതൊക്കെ നഷ്ടപ്പെടും. ഈ ചെറുക്കന്റെ കാര്യം നീ ആരെയും പേടിപ്പിക്കുന്നേ? ചെയ്യാവുന്നതൊക്കെ നീ ചെയ്തില്ലേ? അന്ന് CA എടുക്കാൻ വെച്ചിരുന്ന കേസൊക്കെ നീ അങ്ങ് കൊണ്ടുപോയി കൊടുത്തില്ലേ? എന്നിട്ടോ രീതി നേരിട്ടോളാം. ജെആറിന്റെ വരവ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്നെയും കർഷക സംഘത്തിനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ CAയുടെ കയ്യിലിരിക്കുന്ന കേസുമായിട്ട് നീ മുന്നോട്ട് പോയാ നിന്റെ തനിനിറം വെളിപ്പെടുത്തിയതിന്റെ വൈരാഗ്യമായിട്ടേ എല്ലാവർക്കും തോന്നും. എന്താ, അന്ന് എന്റെ പേരിൽ കേസെടുപ്പിക്കാത്തതിന്റെ കുറ്റബോധം തോന്നുന്നുണ്ടോ? നീ ചെന്ന് നിന്റെ സ്വന്തം സാമ്രാജ്യം സംരക്ഷിക്കാൻ നോക്ക്. ഈ നിമിഷം തീർക്കുന്നത് കാണണോ നിനക്ക്? കാണണോ? ജീവൻ, എന്താ നീ കാണിക്കുന്നത്? അങ്ങോട്ട് മാറാ. അച്ഛാ, ഇവനും അവന്റെ ആളുകളും ചേർന്ന ജെആറിനെതിരെ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നത്. ചേടാ, ഞാൻ വേണമെന്ന് തീരുമാനിച്ച ഇന്ന് രാത്രി, ഇന്ന് രാത്രി കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഇവനെ തീർക്കും. കാണണോ? ചങ്കൂറ്റുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കണം. ഞങ്ങള് പോരാടുന്നത് ഞങ്ങളുടെ മണ്ണിന് വേണ്ടിയിട്ടാ. അമ്മേ, നീയും ഹരിയുമായുള്ള വിവാഹം തീരുമാനിച്ചിട്ട് പോലും നിന്റെ മനസ്സ് ആടി ഉലയുകയായിരുന്നു. ഓർമ്മയുണ്ടോ? കാരണം ഒരു നല്ല ഭർത്താവിന്റെ ലക്ഷണങ്ങൾ ജീവൻ നിന്റെ മുൻപിൽ കാണിച്ചു. നീ അത് വിശ്വസിച്ചു. അന്നും നിന്നെ തിരുത്താൻ ഞാൻ പെട്ട പാട് എത്രയാണെന്ന് എനിക്കേ അറിയൂ. എല്ലാം കഴിഞ്ഞ് നിനക്ക് മനസ്സിലായി അവൻ ചതിയനാണെന്ന്, അവൻ കൊല്ലാൻ നടക്കുന്നവനാണെന്ന്. ഏത് മനുഷ്യനും അത് ജീവിതത്തിൽ വലിയൊരു തിരുത്ത. അത് കഴിഞ്ഞ് നീ ഹരിയോടൊപ്പം ജീവിച്ചു. 1-2 ദിവസമല്ല, മാസങ്ങളോളം. ജീവിതത്തിൽ ആദ്യമായി ഒരു സമാധാനം നിന്റെ മുഖത്ത് ഞാൻ കണ്ടു. നിന്റെ മുഖത്ത് ചെറിയൊരു സന്തോഷം ഞാൻ കണ്ടു. നിന്നെ ഒരു കരക്കെത്തിച്ചു എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചേ?
ഹരിയും ജീവനും പരസ്പരം വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നീ ഹരിയുടെ കൂടെ അല്ല നിന്നത്, ജീവന്റെ കൂടെയാ. ജയാറിനെ നോവിക്കാൻ പാടില്ല, ജയാറിനെതിരെ ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് നിന്റെ കൽപ്പന. ഞാൻ ചെയ്യുന്നത് ആർക്കും മനസ്സിലാവാതെ പോവാം, പക്ഷെ കഴുത്തിൽ കിടക്കുന്ന താലി സംരക്ഷിക്കാൻ ആ വാക്ക് ഇനി നീ പറയണ്ട. താലിയുടെ മാഹാത്മ്യവും അതിന്റെ പവിത്രതയും അറിയുന്നവളാണ് ഞാൻ. ഇത്രയും കാലം എന്റെ ജീവിതത്തിൽ ആ പവിത്രത ഞാൻ കാത്തു സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് കാപട്യം കാണിച്ചാലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് ധരിക്കരുത്. ജയാറിന്റെ പണം, അവന്റെ സ്വാധീനം, ജീവിതത്തിൽ അതൊക്കെ വേണ്ടാന്ന് വെക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് തോന്നിക്കാണും. ജയാറിന്റെ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോ ഹരി ആരാ? ഇപ്പോ എല്ലാം നഷ്ടപ്പെട്ട ഒരുത്തൻ, പാടത്ത് പണിയെടുക്കുന്ന ഒരുത്തൻ. പുച്ഛം തോന്നുന്നുണ്ടോ നിനക്കവനോട്? അമ്മേ, അതൊന്നും അല്ല കാര്യം. എന്നെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്ക. എങ്ങനെ? എന്തർത്ഥത്തിലാണ് നിന്നെ മനസ്സിലാക്കേണ്ടത്? ഒന്നും വേണ്ട. കൂടുതൽ സംസാരിച്ച എനിക്ക് ചിലപ്പം എന്നോട് വെറുപ്പ് തോന്നിപ്പോവും.